പാലക്കാട് 1.5 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവത്തിൽ മുഖ്യപ്രതി സലീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ലഹരി വസ്തുക്കൾ ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിക്കാൻ ഉപയോഗിച്ച BMW കാർ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായവരിൽ ബിടെക് ബിരുദധാരിയും ഉൾപ്പെടുന്നുവെന്ന് പാലക്കാട് SP അബ്ദുൾ IPS പറഞ്ഞു. 1.5 കോടിയോളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളും നമ്മൾ കണ്ടെടുത്തു. ഈ പ്രതികളെ നമ്മൾ വീണ്ടും ചോദ്യം ചെയ്ത സമയത്ത് ഇതിൻ്റെ സോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടി. വിവിധ ജില്ലകളിലായിട്ട് മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളാണിവർ. സലീം എന്ന ആളുടെ ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാർ ഫർദറായിട്ട് സബ്സിക്വൻ്റായിട്ട് നമ്മൾ BMW കാർ ഉൾപ്പെടെ അയാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രാവിലെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ സലീമാണോ ഇതിന്റെ മുഖ്യ കണ്ണി ആയിട്ട് പോലീസ് പറയുന്നത്? ബംഗളൂരുവിൽ നിന്നും ഈ പറയുന്ന MDMA ഒക്കെ എത്തിക്കുന്നതിൽ ഇന്നലെ 2-3 പേർ പിടിയിലായിരുന്നല്ലോ. അപ്പോൾ ആ പിടിയിലാകുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് പറഞ്ഞത് അവരിതിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർ മാത്രമാണ്, മുഖ്യ കണ്ണികൾ പിടിയിലാകാനുണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ സലീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സലീമാണോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ? ഗൗതം, തീർച്ചയായിട്ടും ഈ ലഹരിക്കടത്തിലെ മുഖ്യ തലവൻ എന്ന് പറയുന്നത് ഈ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള സലിം ആണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളെ പാലക്കാട് മണ്ണാർക്കാട്ടെ വീട്ടിൽ വെച്ച് പോലീസ് പിടികൂടി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള അബ്ദുൾ റഷീദ് വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സലീം നേരത്തെയും നിരവധി സമാനമായിട്ടുള്ള ലഹരിക്കടത്ത് കേസിലെ പ്രധാന പ്രതി ാണ്. ഇയാള് ബംഗളൂരുവിൽ നിന്നാണ് ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അതിൽ ബംഗളൂരുവിൽ നിന്ന് ഈ മാരക മയക്കുമരുന്ന് MDMAയും അതുപോലെ തന്നെ കൊക്കൈനും ഒക്കെ പോലുള്ള സ്റ്റാമ്പ് പോലുള്ള മാരക മയക്കുമരുന്നുകൾ ഇയാളുടെ ഒരു ആഡംബര കാറുണ്ട്, BMW കാർ. ആ BMW കാർ ഉപയോഗിച്ച് അതിലൂടെ കടത്തി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവരും. ആ കോയമ്പത്തൂരിൽ കൊണ്ടുവന്ന് അവിടെ നിന്നും മറ്റൊരു ഇന്നോവ കാറിലേക്ക് മാറ്റി ഈ കണ്ണികൾ മുഖാന്തരം, കാരിയേഴ്സ് മുഖാന്തരം ലഹരി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ബംഗളൂരുവിൽ നിന്ന് ഈ BMW കാറിൽ കൊണ്ടുവന്ന ലഹരി കോയമ്പത്തൂരിൽ എത്തിച്ച് കോയമ്പത്തൂരിൽ നിന്നും ഈ കാരിയേഴ്സ് മുഖാന്തരം കേരളത്തിലേക്ക് കടത്തുന്നതിനിടെയാണ് ഇന്നലെ പുലർച്ചെ ഒരു 2 മണിയോടുകൂടി ഈ ലഹരിക്കടത്ത് സംഘം പോലീസിന്റെ പിടിയിലാവുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നായിരുന്നു ഇവരെ പിടികൂടിയത്. തുടർന്ന് ഈ നേരത്തെ പിടിയിലായ ആളുകൾ വെറും കണ്ണികൾ മാത്രമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് കൂടുതൽ ചോദ്യം ചെയ്യലിലും മറ്റും ഈ സലീമാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ, അതുപോലെ തന്നെ ഇതിന്റെ ഫണ്ട് എല്ലാം മുടക്കുന്നത് സലീമാണെന്നുള്ളത് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം പാലക്കാട് സൗത്ത് പോലീസാണ് മണ്ണാർക്കാട്ടെ വീട്ടിൽ വെച്ച് ഇപ്പോൾ ഈ അബ്ദുൾ സലീമിനെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഏതായാലും സലീമിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ബംഗളൂരുവിൽ എവിടെ നിന്നാണ് ഈ ലഹരി ഇത്തരത്തിൽ ഈ MDMA 1 കിലോ വരുന്ന MDMA ആണ്, 1.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലഹരി മരുന്നുകൾ എവിടെ നിന്നാണ് ഇവർ ബംഗളൂരുവിൽ നിന്ന് മേടിക്കുന്നത്, അതിൻ്റെ ഉറവിടം എന്താണെന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തും. മാത്രമല്ല പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഓണക്കാലമാണ്, കൂടുതൽ ശക്തമായ പരിശോധന ജില്ലയിൽ ഉണ്ടാവും എന്നുള്ളതും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുകയാണ്. ഗൗതം, ഓക്കെ, എന്തായാലും ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും പാലക്കാട്ടേക്കും MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ മുഖ്യ ഖണ്ണിയായിട്ടുള്ള സലീം പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂര്.